ഇന്ന് ബിഗ് ബോസിൽ ഒരു സീരിയസ് ഇഷ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നെവിനും ഷാനവാസും തമ്മിലുള്ള വഴക്കിനിടയിൽ ഷാനവാസ് കുഴഞ്ഞു വീഴുകയും കൺഫെഷൻ റൂമിൽ നിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്നാണ് പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ഇതിൽ കണ്ടസ്റ്റൻസിനെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ വീഡിയോയ്ക്കകത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ബിഗ് ബോസിനോടാണ്. അതായത് ഹാർട്ടിനും കിഡ്നിക്കൊക്കെ പ്രശ്നമുള്ള ഒരാൾ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എന്തിനാണ് ബിഗ് ബോസ് പോലെയുള്ള പ്രോഗ്രാംസിൽ കൊണ്ടുവരുന്നത്? അപ്പോൾ ഓർഗനൈസേഴ്സ് ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? എൻ്റെ ചോദ്യം അതാണ്. കാരണം അതിനകത്ത് ഇപ്പം നെവിൻ പറയുന്നുണ്ട് ഇതൊരു ഡ്രാമയാണ്. കാണുന്നവർക്കും അങ്ങനെ തോന്നത്തുള്ളൂ. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഡ്രാമയാണ്. അതിനകത്ത് ബിഗ് ബോസ് ഒരുപാട് ഗെയിംസ് കളിക്കുന്നുണ്ട്, PR-കാരോട് ഒരുപാട് കളിക്കുന്നുണ്ട്. കാരണം PR കൊണ്ട് മാത്രം ഒരു ടാസ്കിൽ പോലും ജയിക്കാതെ PR കൊണ്ട് മാത്രം കയറി വന്ന ഒരു വ്യക്തിയാണ് അനുവൊക്കെ. അതുപോലെ ബേബി കളിച്ചെന്നാൽ സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ വെറുപ്പാണ് ആദിലയും നൂറും. ഇനി അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയാം. കാരണം ഒരാൾ പണപ്പെട്ടി എടുത്ത് പോകും, ഒരാൾ ഫൈനലിലും ഉണ്ടാവും, ടോപ്പ് 5 ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ള സ്പേസൊക്കെ ബിഗ് ബോസ് നല്ലോണം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അവർക്ക്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ചോദ്യം ഇപ്പോഴും ഒന്ന് മാത്രമാണ്. കാരണം നെവിനെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അത് എന്താ പറയുക, ഒരു ഗെയിമിനകത്ത് പലരും പല ഡ്രാമകൾ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡ്രാമയായിട്ടേ കണ്ടസ്റ്റൻസിന് തോന്നത്തുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് എന്തിനാണ് ഇങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാരെ, മെൻ്റലി നന്നായിട്ട് കളിക്കേണ്ട, അതുപോലെ ഫിസിക്കലിയും മെൻ്റലിയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇതിനകത്ത് കൊണ്ടുവരാൻ പാടുള്ളൂ. സോ അല്ലാതെ ഇങ്ങനെ പേഷ്യൻസിനെ അതിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബിഗ് ബോസ് ഓർഗനൈസേഴ്സിന് തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇനിയിപ്പോൾ PR-കാരങ്ങ് തുടങ്ങും നെവിനെയും അക്ബറിനെയും ആരെയും ഡീഗ്രേഡ് ചെയ്യാനായിട്ട്. അവരുടെ വോട്ട് അങ്ങനെ അങ്ങോട്ട് കുറയും, അത് വെച്ച് അവരെ അങ്ങ് പുറത്താക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത്. അല്ലാതെ ഈ ഓർഗനൈസേഴ്സിന് ഒരു പങ്കുമില്ലാത്ത പോലെ. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ തെറ്റ് പറ്റിയേക്കുന്നത് ഓർഗനൈസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ്. പേഷ്യൻസിനെ അതിനകത്തോട്ട് കൊണ്ടുവരരുത്. അല്ലെങ്കിൽ അവർക്കൊരു സ്വയം ബോധം വേണം. നമുക്കിത് ഫിറ്റല്ല, നമുക്ക് പറ്റിയൊരു ഗെയിം അല്ല ഇതെന്നുള്ള തോട്ട് അവർക്ക് വരണമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നടന്നില്ല. അപ്പോൾ രണ്ട് സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട്. സോ കണ്ടസ്റ്റൻസിനെ, അതിനകത്തുള്ള ബാക്കി കണ്ടസ്റ്റൻസിനെ ഒന്നും പറയാൻ പറ്റത്തില്ല.